നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ നിർണായക വാർത്തയെത്തുന്നു. ലഹരിക്കടത്തു കേസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അറസ്റ്റിൽ. നീണ്ട 6 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേരളത്തിലെ CPM നേരിടാൻ പോകുന്നത് ചരിത്രത്തിലൊന്നുമില്ലാത്ത അഗ്നി പരീക്ഷണം. നേരത്തെ അറസ്റ്റിലായ അനൂപ് മുഹമ്മദിനെ ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് ബിനീഷ് കോടിയേരിയെ ആദ്യവട്ടം ചോദ്യം ചെയ്തത്. ഈ കേസിൽ ബിനീഷ് കോടിയേരിക്ക് നിർണായക പങ്കുണ്ട് എന്ന് വെളിപ്പെട്ടതോടെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലെ ED ഉദ്യോഗസ്ഥർ ബിനീഷ് കോടിയേരിയെ കോടതിയിൽ ഹാജരാക്കി. ഏറ്റവും നിർണായക മണിക്കൂറിലൂടെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം കടന്നുപോകുന്നത്. കേരളത്തിലെ CPMന്റെ അധികാരവും നേതൃത്വവുമൊക്കെ അലങ്കരിച്ചിരുന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഏറ്റവും വലിയ കുടുക്കിലേക്ക് കയറിപ്പോകുന്ന അപൂർവ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവരെ അലങ്കരിക്കാൻ ചെങ്കൊടിയും ചെങ്കുപ്പായവും അണിഞ്ഞ് കടൽ പോലെ ഇരമ്പിയാർത്തിരുന്ന ഒരു പറ്റം അണികളുണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോയി? നിങ്ങളുടെ വിയർപ്പിൽ നിങ്ങൾ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിന് എന്തുപറ്റി സഖാക്കളെ? നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഒന്നും അറിയുന്നില്ലേ? അതോ നിങ്ങളെ CPM ഉറക്കിക്കിടത്തിയിരിക്കുകയാണോ? ബിനീഷ് കോടിയേരി അഴിക്കുള്ളിലാകുമ്പോൾ നടുങ്ങിത്തരിച്ചു നിൽക്കുന്നത് CPM എന്ന സംഘടന തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി പാർട്ടിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. ഏറ്റവും ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ മകനായാൽ പോലും തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷ അനുഭവിക്കണമെന്ന്. അത്തരമൊരു വാക്കിലൊന്നും ഈ പ്രവൃത്തി ഊരിപ്പോകില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മിക്കുന്നത് നന്ന്. കോടിയേരി ബാലകൃഷ്ണന്റെ കസേരയ്ക്ക് ഇളക്കം വരുമോ എന്നത് മാത്രമാണ് കോടിയേരിയെ ബാധിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് കോടിയേരി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതും. ഇന്നിപ്പോൾ കോടിയേരിക്ക് സംരക്ഷ വലയം തീർത്തിരുന്ന പിണറായി വിജയനും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അഴിക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്ന കാഴ്ച കേരളം കാണുകയാണ്. അതിനിടയിലാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ ലഹരി മരുന്ന് കേസിൽ അകത്തായതും. ഒരു വിപ്ലവ പാർട്ടിയുടെ സംഘടനാ നേതൃത്വത്തിലുള്ളവരുടെ മക്കളാണ് ഇത്തരത്തിൽ അപജയത്തിൽപ്പെട്ടത് എന്നറിയുക. കമ്മ്യൂണിസത്തിന്റെ മറവിൽ കള്ളക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും മാഫിയാവൽക്കരണവും നടത്തി തേർവാഴ്ച നടത്തുന്ന ഒരു കൂട്ടം മക്കളുടെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കൈകളിൽ വിലങ്ങു വീണ് നിങ്ങളുടെ മക്കളവതാരങ്ങൾ അഴിക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ അവതാരങ്ങൾക്ക് ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനാകുന്നത്? ഒരുപക്ഷെ നേതൃത്വത്തോട് സാധാരണ സഖാക്കൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലെത്തി നിൽക്കുന്നു നമ്മൾ. നേർക്കുനേർ വരുന്ന കൈചൂണ്ടലുകളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കാലം ഇനി തടിതപ്പാനാകും? ഇവിടെയാണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ അപജയത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. സംഘടന മുൻപൊരിക്കലും എത്തിയിട്ടില്ലാത്ത വിധം പരിതാപകരമായ അവസ്ഥ. കണ്ണൂരിലെ ഉരുക്കുകോട്ടകളിലൊക്കെ വിള്ളൽ വീണിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് തന്നെ P ജയരാജൻ അടക്കമുള്ളവർ നിങ്ങളുടെ നെറ്റിക്ക് നേരെ വിരലു ചൂണ്ടി പലതും വിളിച്ചു പറയുന്നു. മക്കളെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പാർട്ടിയെ നിയന്ത്രിക്കും? മക്കൾ ചെയ്ത കുറ്റങ്ങൾക്ക് അവർ തന്നെ ശിക്ഷ അനുഭവിക്കട്ടെ, അതിൻ്റെ പേരിൽ പാർട്ടി പ്രതിക്കൂട്ടിലാവരുതെന്ന് കേരളത്തോട് പറഞ്ഞത് P ജയരാജൻ തന്നെയാണ്. അത്തരം പല ജയരാജൻ അവതാരങ്ങൾ ജന്മമെടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച് പാർട്ടിയുടെ മാനം രക്ഷിക്കണമെന്ന് പറയാൻ എത്ര സഖാക്കൾ മുൻപോട്ട് വരും? എത്ര പേർക്ക് അത്തരത്തിലൊരു ധൈര്യമുണ്ടാകും? മുൻപൊരിക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിന് നേർക്ക് കൈ ചൂണ്ടിയ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ജീവൻ അപഹരിച്ചവരാണ് നിങ്ങളെന്നോർക്കുക. അവിടെ തുടങ്ങുന്നു ദുർഗതിയുടെ ശാപത്തിന്റെ ആ കാലഘട്ടം. CPM എന്ന പാർട്ടിയെ ചോരയും നീരും കൊടുത്ത് വളർത്തിയ ഒരു പിടി മഹാനേതാക്കളുണ്ടായിരുന്നു. അവരുടെ ആദർശങ്ങളെയൊക്കെ ഇവിടുത്തെ പാർട്ടി നേതാക്കളുടെ മക്കൾ വിറ്റ് കാശാക്കുകയാണ്. കോടിയേരിയും പിണറായിയും ഒക്കെ CPMന്റെ അമരത്തിരുന്ന് അധികാരം വാഴുമ്പോൾ അലഞ്ഞു കഷ്ടപ്പെട്ട് പാർട്ടിയെ വളർത്തിയ അവരുടെ പൂർവ്വ നേതാക്കളുടെ കഥകൾ നമ്മൾ ഓർമ്മിക്കണം. AK ഗോപാലൻ, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, CH കണാരൻ, ചടയൻ ഗോവിന്ദൻ വരെയുള്ള മുൻകാല പാർട്ടി സെക്രട്ടറിമാരുടെ ലളിത ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം, അത് അറിയണം. ഈ പാർട്ടി സെക്രട്ടറിമാരുടെ ലളിത ജീവിത പാരമ്പര്യത്തെ ഇക്കാലത്തെ കമ്മി ബൂർഷ്വാസികളുടെ കുടുംബവാഴ്ചയിൽ വിറ്റുതുലയ്ക്കപ്പെടരുത്. അവരുടെ ആദർശങ്ങളൊക്കെ നിങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കരുത്. അവരുടെ വിയർപ്പുകൾ നിങ്ങളുടെ മക്കൾ വിറ്റ് കാശാക്കരുത്. കയ്യിൽ കെട്ടാൻ ഒരു വാച്ചോ 4 നേരം ഭക്ഷണം കഴിക്കാൻ പണമോ എന്തിനേറെ കാലിലണിയാൻ ഒരു ചെരുപ്പ് പോലുമില്ലാത്ത ആ പഴയകാല നേതൃത്വത്തിൻ്റെ വിയർപ്പിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. നമ്മൾ ഇന്നും സഖാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പിടി നേതാക്കളുടെ നല്ല കഥകളുണ്ട്.
കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ മാത്രം പോയിരുന്ന ഒരു നേതാവിനെ കുറിച്ച്, AK ഗോപാലനെ കുറിച്ച്, പാർലമെന്റ് വളപ്പിലെ തട്ടുകടയിൽ നിന്ന് ചായയും ചപ്പാത്തിയും കഴിച്ച ആ പഴയ കാലത്തെക്കുറിച്ച്, അതൊക്കെ പഴയകാല വിപ്ലവ പോരാട്ടങ്ങളുടെ തീജ്വാലയുള്ള ഓർമ്മകളായിരിക്കാം. ഇന്ന് നിങ്ങൾ പാസ്തയും നൂഡിൽസും ബിരിയാണിയും ഒക്കെ പോട്ടെ, കിലോ കണക്കിന് 10,000 രൂപ വിലയുള്ള കൂണും മട്ടൻ സൂപ്പും തിന്നുന്ന ഇക്കാല നേതാക്കളുടെ മക്കൾ കഥയറിയുമ്പോൾ പലരും ഞെട്ടിവിറയ്ക്കും. വിവാഹത്തിലും ജീവിതത്തിലുമൊക്കെ ലാളിത്യം അടയാളമാക്കിയ ഒരുപിടി നേതാക്കളുണ്ടായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. എന്നാൽ ഇപ്പോൾ മക്കൾ അവതാരങ്ങളുടെ വിവാഹം കോടിക്കണക്കിന് രൂപയുടെ ആഘോഷങ്ങളാക്കി മാറ്റിയ നവ ബൂർഷ്വാസി കമ്മ്യൂണിസ്റ്റുകളെ കൂടി നമ്മൾ അടുത്തറിയണം. അരനൂറ്റാണ്ട് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ച EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ധരിക്കാൻ വെടുപ്പുള്ള ഒരു ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഭാര്യ ആര്യ അന്തർജനം കരിമ്പനില്ലാത്ത ഒരു ഷർട്ട് പെട്ടിയിൽ നിന്നെടുത്ത് തേച്ചു മിനുക്കിയെടുത്തപ്പോൾ അതിനു മുകളിലും താഴെയും ബട്ടൺസ് ഇല്ല. മറ്റൊരു ഷർട്ടിന്റെ ബട്ടൺസ് പറിച്ചെടുത്ത് ഇതിൽ തുന്നിപ്പിടിപ്പിച്ച് ആ കുപ്പായമിട്ട് ആര്യ അന്തർജനത്തിന്റെ സാരിമുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഉടുത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയ EMSനെ നമ്മൾ ഓർക്കണം. മകൾ രാധയ്ക്ക് കോളേജിൽ പോകാൻ ഒരു വാച്ച് വാങ്ങിക്കൊടുക്കാനും മകൻ ശ്രീധരന് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പേന വാങ്ങിക്കൊടുക്കാനും തൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറയേണ്ടി വന്ന EMS എന്ന നേതാവിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട സമയമാണിത്. ഇതേ EMS വാർദ്ധക്യകാലത്ത് ജീവിച്ചത് ഓരോ വർഷവും പാർട്ടി കൊടുത്തിരുന്ന 2 ജോഡി മുണ്ടും ഷർട്ടും മാറി മാറി ധരിച്ചായിരുന്നു എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ആ ലാളിത്യത്തിന്റെ അളവ് എത്രമാത്രമെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരും. EMSന് മാത്രമല്ല, ഭാര്യ ആര്യ അന്തർജനത്തിന് പോലും പാർട്ടി കൊടുത്തിരുന്നു 2 സാരിയും ബ്ലൗസും ഒക്കെ. ഇതേ EMS തന്നെയാണ് MLA പെൻഷനും ഹിന്ദു പത്രത്തിൽ നിന്നുള്ള കോളമെഴുത്തു കൂലിയുമൊക്കെ പാർട്ടിക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തിരുന്നത്. ആ വരുമാനത്തിൽ 50 രൂപ ഒരു സാരി വാങ്ങാൻ ചോദിച്ച ആര്യ അന്തർജനത്തോട് പാർട്ടി തരുന്നത് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്ന് പറഞ്ഞ മറുപടി പറഞ്ഞ ഒരു സഖാവ്. ഒരുപക്ഷെ ഈ ശാസനയും വാക്കുകളുമൊക്കെ ഇന്നത്തെ നേതാക്കൾക്ക് പരിഹാസങ്ങളായി മാറിയേക്കാം. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഭാര്യമാർ ധരിക്കുന്ന വജ്രത്തിളക്കവും കാതിലെയും കഴുത്തിലെയും ഒക്കെ സ്വർണ്ണഭാരവും നിങ്ങളെ വലയ്ക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മക്കൾ നയതന്ത്ര വഴിയിൽ പൊന്നു കച്ചവടത്തിനും പിന്നെ ബംഗളൂരുവിലെ ലഹരി കച്ചവടത്തിനുമൊക്കെ ഇറങ്ങിത്തിരിച്ചത്. അവർക്കൊക്കെ മോഹം യൂസഫ് അലി ആകണമെന്നായിരുന്നു. പക്ഷേ അവരൊക്കെ ഇപ്പോൾ എത്തിപ്പെടുന്നതോ ഗോവിന്ദചാമിയാകാനും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ ദുബായിലും UAEയിലും ഒക്കെ വിലസി അവിടുത്തെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ആസ്വദിച്ച് അവർ ജീവിക്കുന്നു. ഇത്തരം സ്വർണ്ണക്കള്ളക്കച്ചവടവും ലഹരി കച്ചവടവും ഒക്കെ നടത്തുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ടവരായിരുന്നെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ പിടിച്ച് അവൻ്റെ കൂമ്പിടിച്ചു വാട്ടിയനെ. രക്തം ഛർദ്ദിച്ച് ജീവൻ തികയ്ക്കാതെ അവരൊക്കെ എന്നേ മരിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ നിയമത്തിൻ്റെ പരിരക്ഷ എന്നത് ഈ സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നത് നിങ്ങൾ അറിയണം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് കുതിച്ചെത്തിയതും ഈ അപജയങ്ങളുടെ അടിവേര് തോണ്ടിയതും. അവിടെ നിന്ന് തുടങ്ങുന്നു തിരുത്തലുകളുടെ പുതിയ അധ്യായം. സഖാക്കളെയും സാധാരണക്കാരെയും ഒക്കെ നിങ്ങൾ പറഞ്ഞു പറ്റിച്ച പല മുദ്രാവാക്യങ്ങളുണ്ട്. മധുര മനോജ സോഷ്യലിസം വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ അവരെ പറഞ്ഞു പറ്റിച്ചു. ബൂർഷ്വാ കമ്മികളുടെയും മക്കളുടെയും കൊള്ളകളെ ചോദ്യം ചെയ്യാൻ നിങ്ങളുടെ അണികൾക്ക് പോലും കഴിയില്ല. കാരണം നിങ്ങളെല്ലാം പാർട്ടിയിലെ അടിമകളാക്കി വെച്ച് ആസ്വദിക്കുകയാണ് അവരെയൊക്കെ. പാർട്ടിയെ സ്ഥാപിക്കാനും പിന്നീട് സെക്രട്ടറിയായി നയിക്കാനും നിയോഗമുണ്ടായിരുന്ന മറ്റൊരു സഖാവിനെ കുറിച്ചുകൂടി നമ്മൾ ഓർമ്മിക്കണം. CH കണാരൻ. ബ്രിട്ടീഷ് പോലീസിന്റെ തല്ലുകൊണ്ടും ഒളിവിൽ പോയും നെയ്ത്തുശാലയിൽ നെയ്ത്തു നടത്തിയുമൊക്കെ പാർട്ടിയെ പടുത്തുയർത്തിയ ഒരു ധീരൻ. ആ സഖാവിൻ്റെ ജീവിതകാലം നിങ്ങളെപ്പോഴും ഓർമ്മിക്കണം. തൊഴിലാളി ജീവിതകാലത്ത് ഒരു ജോഡി വസ്ത്രവും ഒരു സഞ്ചിയും അതിലൊരു ഡയറിയും മാത്രമായിരുന്നു കണാരൻ സഖാവിൻ്റെ ആസ്തി. കൈവശം പണമില്ലാതെ ആഴ്ചകളോളം പാർട്ടി ഓഫീസിൽ കട്ടൻ ചായ മാത്രം കുടിച്ച് ഈ സഖാവ് കഴിഞ്ഞിട്ടുണ്ട് എന്ന പഴയകാലവും നമ്മൾ മറക്കരുത്. ഒളിവിൽ പാർത്ത കാലത്ത് പച്ചവെള്ളം മാത്രം കുടിച്ച് പോറ്റിയതും ചരിത്രത്തിൻ്റെ ഭാഗം. കണ്ണൂരിലെ പാർട്ടിക്കാരുടെ നെയ്ത്തുശാലയിൽ തുന്നിയ ഒറ്റമുണ്ടും അരക്കയ്യൻ ഷർട്ടുമായി നടന്ന് AKG സെന്ററിലേക്ക് വന്നിരുന്ന മുൻ CPM സെക്രട്ടറി സഖാവ് ചടയൻ ഗോവിന്ദൻ ബീഡി തൊടുത്ത് കിട്ടുന്ന കൂലിക്ക് വീട്ടിലേക്ക് അരി വാങ്ങാതെ പാർട്ടിക്ക് കൊടി വാങ്ങാൻ ചുവന്ന തുണി വാങ്ങിയ മഹാത്യാഗിയായിരുന്നു. ക്യാൻസർ രോഗം
രോഗത്തിന്റെ തേളിറക്കം ആ ശരീരത്തെ കാർന്നു തിന്ന അവസാന ദിനങ്ങളിലും വേദന കടിച്ചമർത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി അവസാന മണിക്കൂറുകൾ വരെ ജീവിച്ച ആ ഒരു വലിയ മനുഷ്യൻ. നിങ്ങളുടെ സഖാക്കൾ തീരാ വീര കോടിയേരി ബാലകൃഷ്ണ എന്ന് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ പലതും തിരിച്ചറിയണം. ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ നെറ്റിക്ക് നേർക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടക്കി ഭരിക്കുന്ന നേതൃത്വം മനസ്സിലാക്കേണ്ടത് ആ പഴയകാല സഖാക്കളുടെ മക്കളൊക്കെ എങ്ങനെ ജീവിക്കുന്നുവെന്നാണ്. പാർട്ടിയുടെ മാതൃകയായ ചടയന്റെ മകൻ സുരേന്ദ്രൻ ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിയമസഭാ ഹോസ്റ്റലിൽ CPM പാർലമെന്ററി പാർട്ടി ഓഫീസിൽ കാൽനൂറ്റാണ്ടായി ജീവനക്കാരനാണ് ഈ സാധു. ചടയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് പാർട്ടി കൊടുത്ത അംബാസഡർ കാറിൽ ഒരിക്കൽ പോലും കയറാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല ഈ സുരേന്ദ്രൻ എന്ന മകന്. അത്രയേറെ ആദർശശാലിയായിരുന്നു ആ ചടയൻ ഗോവിന്ദൻ. കണ്ണൂരിലെ ഒരു പാർട്ടി യോഗത്തിന് ശേഷം അച്ഛന്റെ കാറിൽ കയറാൻ നടന്നു ചെന്ന മകൻ സുരേന്ദ്രനോട് അച്ഛൻ പറഞ്ഞു, ഇത് പാർട്ടി കാറാണ്, നീ നടന്നു വന്നാൽ മതിയെന്ന്. പക്ഷേ അച്ഛന്റെ കടമ മറക്കാത്ത ചടയൻ മകൻ നടന്നു വീട്ടിലെത്തുന്നതുവരെ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നു പൊന്നുമകനു വേണ്ടി. ഇതൊക്കെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യസന്ധതയുള്ള നല്ല കഥകളാണ്. CH കണാരനും സാക്ഷാൽ EK നായനാരുമൊക്കെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി പാർട്ടി ഓഫീസിലിരുന്ന് വിശപ്പകറ്റിയ ഒരു കാലമുണ്ട്. ദേശാഭിമാനിയുടെ പത്രാധിപരായിരിക്കെ ദേശാഭിമാനിയിലെ ചാരുബെഞ്ചിൽ കിടന്നുറങ്ങിയിരുന്ന നായനാരെ കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. അവരും അവരുടെ കാലവുമൊക്കെ കടന്നുപോയിരിക്കാം. പക്ഷേ ആ ഓർമ്മകൾ ഒരിക്കലും മായില്ല, മറക്കില്ല എന്നത് ഓർമ്മ വേണം.